പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഇന്നും മഹത്വപ്പെടുവാനിടയായി തീരട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാന്യ ശ്രോതാക്കൾ, ഒരാഴ്ചയൂടെ കടന്നുപോയപ്പോഴും നമ്മെ കർത്താവ് കാത്തു സൂക്ഷിച്ചു. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തന്നു. ദൈവസമാധാനത്തിൽ കാത്തു. അവൻ നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അനേകായിരങ്ങൾ രോഗത്തിന് വിധേയപ്പെട്ട് അധികാര സ്ഥാനങ്ങൾ പോലും എല്ലാം ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രവും വളരെ വേദനയോടെ നോക്കി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷയുടെ സങ്കേതമായിരിക്കുന്ന ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. മാന്യകേൾവികരായ മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർ, ദൈവത്തിൻ്റെ ദാസീദാസന്മാർ, എല്ലാവർക്കും ഞാൻ ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന് മുമ്പാകെ 37 നമ്മൾ വായിച്ചു. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകനോടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അല്പകാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് നടുവിൽ ദൈവം തെരഞ്ഞെടുത്ത് വേർതിരിച്ച ഒരു ശേഷിപ്പ് അഥവാ എസെക്കിയേൽ പ്രവാചകന് തനിയെ കെബാർ നദീ തീരത്ത് മുഴങ്കാൽ മുടക്കി ജനത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭാഗം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അവൻ ദൈവ ശെഖേനെ കണ്ടു. അവനവിടെ കവിണ്ണു വീണു. കവിണ്ണു വീണ് കിടക്കുന്നവനെ യഹോവയായി ദൈവം കൽപ്പിച്ചു, എഴുന്നേറ്റ് നിവർന്നു നിൽക്ക എന്ന് കൽപ്പിച്ചു. എങ്കിലും അവൻ എഴുന്നേൽക്കാതെ, തന്നെത്താൻ എഴുന്നേൽക്കാതെ അവൻ വീണ് കിടന്നവനെ യഹോവയായി ദൈവം തൻ്റെ കൈ നീട്ടി പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു എന്ന ഭാഗവും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തിനാണ് ദൈവം അവനെ എഴുന്നേൽപ്പിച്ചത്? അവനിൽ ദൈവത്തിനൊരു ദൗത്യമുണ്ട്. എസെക്കിയേലിനെ കൊണ്ട് ദൈവത്തിനൊരു വലിയ ദൗത്യം നിറവേറ്റപ്പെടാനുണ്ട്. ആ ദൗത്യം നിറവേറ്റപ്പെടണമെങ്കിൽ വെറും ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്താൽ കാര്യം സാധ്യമല്ല. ആ ദൗത്യം നിറവേറ്റപ്പെടുന്നവന് ദൗത്യത്തിന്മേലുള്ളതായ പരിചയ സമ്പന്നത ഉണ്ടാകണം. അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം, ഉറപ്പ് പ്രാപിക്കണം. അതിനുവേണ്ടി യഹോവയായ ദൈവം തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ പരമേൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ ട്രെയിനിങ് പീരീഡുകളിൽ ട്രെയിനിങ് കടത്തിക്കൊണ്ട് പോയത് നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അവനെ ചെയ്തത് അവനെ സ്തംഭനാവസ്ഥ വരുത്തി എന്ന് നമ്മൾ കാണുന്നു. 7 ദിവസം അവന് സ്തംഭനാവസ്ഥയിൽ ആരോടും ഒന്നും ഇടപെടാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടവനായിട്ട് കഴിഞ്ഞുകൂടി. ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ രണ്ടാമതവന് കിട്ടിയത് കഥ കടച്ച് 7 ദിവസം നീ ഉള്ളിൽ ഞെരങ്ങിക്കൊണ്ടിരിക്കുക. കഥ കടച്ച് പാർക്കുക എന്ന് പറയുന്നു. ഓർക്കണം, എല്ലാ നന്മയുടെ വാതിലുകളും, സ്നേഹത്തിൻ്റെ വാതിലുകളും, ബന്ധങ്ങളുടെ വാതിലുകളും ഒക്കെ അടച്ചിട്ടെന്നാലും നിന്നിലുള്ള കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പരിചയത്തിൻ്റെ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നീ സ്തംഭനാവസ്ഥ കഴിഞ്ഞാൽ നിന്നെ കഥ കടച്ച് 7 ദിവസം പാർക്കണം. അത് കഴിഞ്ഞു. ആ ട്രെയിനിങ് കഴിഞ്ഞു. 3ാമത്തെ ട്രെയിനിങ് ഞാൻ പറഞ്ഞു, അവനെ കയറുകൊണ്ട് കെട്ടി ഇടുക. കയറുകൊണ്ട് കെട്ടുക. ചിലർ സ്നേഹത്തിൻ്റെ കയറുകൊണ്ട് കെട്ടാറുണ്ട്. ചിലർ വൈരാഗ്യത്തിൻ്റെ കയറുകൊണ്ട് കെട്ടിയിടും. എങ്ങനെയായാലും കെട്ടിയിട്ടെന്നാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാ അവയവങ്ങളും എല്ലാ സാഹചര്യങ്ങളും ബന്ധിക്കപ്പെട്ട അവസ്ഥ.
വരുമ്പോഴും നിൻ്റെ അകത്തെ മനുഷ്യൻ എങ്ങനെയുണ്ട് എന്നറിയേണ്ടതിന് ദൈവം ചില സന്ദർശങ്ങൾ ഇന്നെന്നെ കേൾക്കുന്നവർക്കും ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. അടുത്തതായി അതിൽ വിജയിച്ച് കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നത്, യെരൂശലേമിൻ്റെ പടം വരച്ച് അത് നിൻ്റെ തലയ്ക്കൽ വെച്ചുകൊണ്ട് 390 ദിവസം ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക, അതിനെ ഫോക്കസ് ചെയ്യുക. ഇതൊരു വലിയ ദൂതാണത്. ദൈവത്തിൻ്റെ വേല കർത്താവ് തൻ്റെ ദാസന്മാരിൽ ഏതെങ്കിലും ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ദൗത്യം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് അതിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്മേൽ തന്നെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർത്തി കോൺസെൻട്രേറ്റ് ചെയ്താൽ ദൈവം തമ്പുരാൻ അതിന്മേൽ ഒരു വലിയ പ്രവൃത്തിയുടെ സന്ദർശനം അയക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാം ആവറേജ് എന്ന പോലെ എല്ലാവരെയും കൂട്ടിക്കൊഴിച്ച് പോകുന്നൊരു പദ്ധതിയല്ല. ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷ തികച്ചെടുക്കണമെങ്കിൽ ആ എവിടേക്കാക്കി വെച്ചിരിക്കുന്നു, ആരുടെ മേലാക്കി വെച്ചിരിക്കുന്നു, ആരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അവരെ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വേണം ഒരു വിടുതലെടുക്കുവാൻ. ഞാൻ ഓർക്കുന്നു, കോട്ടയം പട്ടണത്തിലെ ഏറ്റവും വലിയ തരാട്ടിനും ഏറ്റവും പ്രസിദ്ധിയുള്ളതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തുറന്ന് പറയുന്നത് എനിക്ക് വിഷമമില്ല, ലാലിച്ചൻ എന്നാണ്. തുറന്ന് പറഞ്ഞാൽ കല്ലൂപ്പറമ്പിൽ ലാലിച്ചൻ. അദ്ദേഹത്തെ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു, ബഹുമാനവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധമില്ലാതെ മദ്യവും മയക്കുമരുന്നുകളോ മറ്റുള്ളതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ലോകത്തിൽ ഭയങ്കരനായിട്ട് കഴിഞ്ഞു കൂടിയപ്പോൾ തന്നോട് കൂടെ നിന്ന് എല്ലാ തോന്നിയാസത്തിലും കൂടെ നിന്ന ഒരാളാണ് ഐശ്വര്യ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ദൈവഭാഗത്ത് വന്നു. കേരളക്കരയിൽ മുഴുവനും പിന്നെ കരാട്ടെ, ഗുസ്തി, ഗ്യാമ്പിളിങ് തുടങ്ങിയുള്ളതെല്ലാം പ്രചരിപ്പിച്ച ആ വലിയ മനുഷ്യനെ കർത്താവ് പിടിച്ചു, കർത്താവിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരിക്കുന്ന ഈ ലാലിച്ചനെ ദൈവഭവനിൽ കൊണ്ടുവരണമെന്ന് ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. ആഗ്രഹം എൻ്റെ മുമ്പിൽ വെച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമടത്തിപ്പോഴപ്പോൾ ഇടപെടാം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞങ്ങൾ പ്രയർ ചെയിനിൽ ഈ വിഷയം വെച്ചു. അദ്ദേഹത്തെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് 1.5 വർഷം ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഞാൻ ചെറിയാന്ന് പറയുന്ന ആ ദൈവദാസനും കൂടി ഇവിടുത്തെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ അദ്ദേഹം ഇരിക്കുന്നു. ആ വീടിൻ്റെ പരിസരത്തൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് അവിടെ ഒന്ന് കയറാം. ഞാൻ പറഞ്ഞു, കയറാൻ സമയമായോ? അദ്ദേഹം പറയുന്ന സമയമായി, നമുക്ക് കയറാം. ഞാൻ പറഞ്ഞു, കയറിയാലും എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അദ്ദേഹം ഭയങ്കരനാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനൊന്ന് തുടങ്ങിയിട്ട് എന്നാൽ ബാക്കി ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഇദ്ദേഹം ഒരു ചാരുകസേരയിൽ പുക വലിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടയുടനെ വിളിച്ചു, ഇടൂ കൊച്ചേ, തന്നെ കണ്ടിട്ട് എത്ര കാലമായി, എന്താ ഇങ്ങോട്ടൊന്നും കിടക്കാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാനിപ്പോൾ പഴയ മനുഷ്യനല്ല, ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നു. പഴയ മദ്യപാനങ്ങളും മറ്റുള്ളതായ ദുഷ്പ്രവൃത്തികളെല്ലാം ഞാൻ ഒഴിവാക്കി, എല്ലാത്തിനെയും ഉപേക്ഷിച്ചു. ഞാൻ ക്രിസ്തുവിനുള്ള ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം ഏതായി കൂടെ നിൽക്കുന്നത്? ഞാൻ എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയും? ഇദ്ദേഹം അല്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ കുര്യച്ചൻ്റെ മകനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്ന് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രിയപ്പെട്ട മാതാവ് എന്തോ സെർച്ച് ചെയ്യുന്നത് കണ്ടു. അലമാരി തുറക്കുന്നു, അതൊക്കെ പേപ്പറുകൾ മാറ്റി മറിച്ചെല്ലാം നോക്കുന്നു. ഞാനൊരു ദൈവദാസനാണെന്ന് കേട്ടുകൊണ്ട് അവരോടി വന്ന് അവിടെ വന്നിരുന്നു, പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട്
ആ അമ്മച്ചിയോട് ചോദിച്ചു, എന്താണ് ഇവിടെ തപ്പുന്നത്? അത് അമ്മച്ചി പറഞ്ഞ്, ഇതാണ് ഒരു പോളിസി ഡ്യൂ ആയിട്ട് ഇരിക്കുകയാണ്, അതെവിടെയാണെന്ന് അറിയില്ല, കാര്യം 10,000 രൂപയേ ഉള്ളൂ, എങ്കിലും തപ്പിയെടുക്കായിരുന്നു നോക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. അമ്മച്ചി ചോദിച്ചു, എന്താണ് വിഷയം? ഞാൻ പറഞ്ഞു, അതിനകത്ത് കാണാതെ പോയതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇറങ്ങിപ്പോയ മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയ ആട്, വീട്ടിനകത്ത് കാണാതെ പോയ ധർമ്മപ്പണം, വീട് വിട്ടിറങ്ങിപ്പോയ മുടിയൻ പുത്രന്, ഇവരെ മൂന്നിനെക്കുറിച്ച് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നവരോട് പറഞ്ഞതിൽ വീട് വിട്ടിറങ്ങിപ്പോയതായ മരുഭൂമിയിലേക്ക് പോയ ആടിനെ കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളത് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഈ ഭയങ്കരനായ മനുഷ്യൻ എന്ന് പറഞ്ഞ ആൾ ശക്തമായിട്ട് ശ്രദ്ധിക്കുന്നു. ഞാൻ ഒടുവിൽ അദ്ദേഹത്തിന് പറഞ്ഞു, പ്രിയപ്പെട്ട ലാലിച്ചായ, ആ കാണാതെ പോയ ആട് ലാലിച്ചായാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെയാണ്. തേടി വന്നതായ ഇടയൻ കർത്താവായ യേശു ആണെന്ന് അറിയാമോ? എനിക്ക് മനസ്സിലായി, യേശുവാണ്. എൻ്റെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇടയനായ യേശുവിൻ്റെ വിളി കേട്ട് ആടായിരിക്കുന്നതായ ലാലിച്ചായന് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒന്നും ആലോചിക്കാതെ അപ്പോഴേ മറുപടി പറഞ്ഞു, എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇത് പറയുകയും ഉറ്റ സ്നേഹിതനായിരുന്ന കൊച്ചായൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മച്ചി പൊട്ടിക്കരഞ്ഞു, ലാലിച്ചൻ കരഞ്ഞു, ഞാനും കരഞ്ഞു. ഞങ്ങൾ 4 പേരോട് ഇന്ന് കരയുകയാണ്. അല്പസമയത്തെ കണ്ണുനീരൊഴുക്കിയതിന് ശേഷം അച്ഛനങ്ങ് വാ വിട്ട് കരഞ്ഞു. കാരണം തൻ്റെ ഉറ്റ സുഹൃത്ത് വളരെ മോശമായി ജീവിച്ച ഒരു വ്യക്തി ഇത്രമാത്രം കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ടത് കണ്ടപ്പോൾ അദ്ദേഹം വാ വിട്ട് കരഞ്ഞു. ഒടുവിൽ ഞാൻ പറഞ്ഞു കൊടുത്ത വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പ്രതിഷ്ഠിച്ച് കർത്താവിന് ആദായമായി തീർന്ന ഒരു ചരിത്രം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നിന്റെ യെരൂശലേമിനെ വരച്ച് അത് നിന്റെ തലയ്ക്കൽ വെച്ചുകൊണ്ട് അതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് നീ അതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്ക്. ഒരു ദിവസം, ആഴ്ചകൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം തമ്പുരാൻ അവിടെ ഒരു വിടുതലിൻ്റെ ശക്തി അയക്കുമെന്നുള്ളതിനൊരു തെളിവ് ഞാൻ തന്നതാണ്. അവൻ്റെ ശുശ്രൂഷയുടെ ആ ഭാഗം കേട്ടു. കർത്താവ് പറഞ്ഞു, നീ ഇടതുവശം തിരിഞ്ഞ് 390 ദിവസം അന്ന് അനുഭവിച്ചതായ ത്യാഗങ്ങളും വേദനകളും ഭക്ഷണം ഉണ്ടാക്കിയതും ഒക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ ഭാഗം നിങ്ങൾ വായിച്ച് നോക്കണം. 4-ാം അധ്യായത്തിൽ നിങ്ങൾ 4 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ വായിക്കേണ്ട 4 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്ന പടങ്ങളുണ്ട്. അവിടെ നല്ല പാഠശാലയുണ്ട്. അവിടെ എങ്ങനെ അവൻ കിടന്നു ഈ 390 ദിവസം, അതിനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ എഴുതിയിട്ടുണ്ട്. പിന്നീട് അവനോട് പറഞ്ഞു, നീ അവിടെ വിട്ടിട്ട് നീ വലതുവശം തിരിഞ്ഞ് വീണ്ടും കിടക്കുക. ഇടതുവശം വിട്ടിട്ട് വലതുവശത്തേക്ക് തിരിഞ്ഞ് 90 ദിവസം കിടക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ കിടന്ന് യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ഒടുവിൽ വരുമ്പോൾ കാണാം, അവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം. അടുത്ത ആ ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് ഇവനോട് പറഞ്ഞു, ഇനിയും പോരാ, അടുത്ത ഒരെണ്ണം കൊണ്ട് 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം, നീ നിന്റെ തലമുടിയും നിന്റെ താടിയും എല്ലാം വടിച്ച് ക്ഷൗരം ചെയ്ത് ഒരു പോഷനെ പോലെ, ഒരു ഇഡിയറ്റ്സിനെ പോലെ നീ നടക്ക് എന്ന് നമ്മൾ കൽപ്പിച്ചു. ഞാനൊക്കെയാണെങ്കിൽ വെറുതെ ചിന്തിച്ചു, ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി തലമുട്ടയടിക്കണോ മീശ ഓടിക്കണോ, ഇങ്ങനെ പരസ്യകോലമായിട്ട് തീരണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ മുട്ടത്തലയൊക്കെ കാണിക്കുകയും ചെയ്ത് വൃത്തികെട്ട രീതിയിലൊക്കെ പോകുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ കൂക്ക് വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യും. ആ കൂക്കുവിളിയോ കളിയാക്കലോ കേൾക്കുമ്പോഴും പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ നിലനിൽക്കണമെങ്കിൽ ഈ ട്രെയിനിങ് ആവശ്യമാണെന്ന് എനിക്ക് തന്നെ അങ്ങ് തോന്നി. ദൈവം തമ്പുരാൻ ആ ദൈവദാസനെ ആ അവസ്ഥയിലാക്കി വെച്ചു. എന്നാൽ അടുത്തതിലേക്ക് ഞാൻ കടന്നു വന്ന് ഏഴാമത്തെ ആ ട്രെയിനിങ്ങിലേക്കാണ് വരുന്നത്. അതിൻ്റെ 12-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഞങ്ങളൊന്ന് വായിക്കുകയാണ്. എസ്.കെ. 12-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള അടുത്ത ട്രെയിനിങ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്.
ഓക്കെ. അവർ മത്സരഗ്രഹമല്ലോ. അവർ മത്സരഗ്രഹമല്ലോ. നിന്റെ കുടുംബക്കാരൊക്കെ നിന്റെ പാരമ്പര്യമൊക്കെ നീ ഇടപെടുന്ന സാഹചര്യങ്ങളൊക്കെ മത്സരിക്കുന്നവരാണ്. ഈ മാർഗത്തെ മത്സരിക്കുന്നവരാണ്. ഈ വചനത്തോട് മത്സരിക്കുന്നവരാണ്. ഈ പ്രമാണത്തോട് മത്സരിക്കുന്നതാണ്. ഈ ആത്മാവിനോട് മത്സരിക്കുന്നതാണ്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ മാനസാന്തരത്തെയും സ്നാനത്തെയും അഭിഷേകത്തെയും പ്രവചനത്തെയും എല്ലാം മത്സരിക്കുന്നവരാണ്. അവർക്ക് കീഴടങ്ങാൻ മനസ്സില്ല. ആരെയും വിമർശിക്കാനും ആരെയും കുറ്റം പറയുവാനും ആരുടെ നേരെ ആക്രോശിക്കുവാനും ഒന്നിനും മടിയില്ലാത്തവര് ആയിട്ട് മാറിയിരിക്കുന്നവര് എങ്ങനെയുള്ളവരാ? അവർ മത്സരഗ്രഹമല്ലോ. അടുത്തത്, ആകയാൽ മനുഷ്യപുത്ര നീ ഒരു യാത്രക്കോപ്പൊരുക്കി പകൽ സമയത്ത് അവര് കാണുക, നീ പുറപ്പെടുക. നീ ഒരു കാര്യം ചെയ്യണം. ഈ മത്സരഗ്രഹത്തിൽ അവരുടെ ഇടയിലാണ് നീ പാർക്കുന്നത്. നിനക്ക് ചുറ്റും നിൽക്കുന്ന നിനക്ക് അനുകൂലമുള്ളവരല്ല, നിന്നെ സ്നേഹിക്കുന്നവരല്ല, നിന്നെ ആദരിക്കുന്നവരല്ല, നിന്നെ പുച്ഛിച്ച് തള്ളുന്നവരാണ്, നിന്നെ ഒറ്റപ്പെടുത്തുന്നവരാണ് നിന്റെ ചുറ്റുമുള്ളത്. നിന്നെ വിമർശിക്കുന്നവരാണ് നിന്റെ വീട്ടിലുള്ളവര്, നിന്നെ തരം താഴ്ത്തുന്നവരാണ് നിന്റെ പരിസരത്തുള്ളവര്. ഇങ്ങനെ പലതും നടക്കുമ്പോഴും അവരോട് പറഞ്ഞത്, നീ ഇതിനകത്തൊന്നും പതറിപ്പോരുത്. നീ ഒരു കാര്യം ചെയ്യ്, അവര് കാണുക, ഒളിച്ചോട്ടമല്ല, അവര് കാണുക. നിന്റെ യാത്രക്കൊപ്പ് ഒരുക്കുക, നിന്റെ ബാഗ് ക്രമീകരിക്കുക, നിനക്ക് ആവശ്യമുള്ള വസ്ത്രം അതിനകത്ത് വെക്കുക, പേസ്റ്റ് എടുത്ത് വെക്കുക, നിനക്ക് ആവശ്യമുള്ളത് എടുത്ത് ഒരു യാത്രയ്ക്ക് വേണ്ടി നീ അവര് കാണുക, ഒരുങ്ങുക. അടുത്തത്, അവർ കാണുക നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക. നീ ആയിരിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പുറപ്പെടുക. അടുത്തത്, മത്സരഗ്രഹമെങ്കിലും അവര് മത്സരഗ്രഹമെങ്കിലും പക്ഷേ അവർ കണ്ടു ഗ്രഹിക്കുമായിരിക്കും. പക്ഷേ അവര് നിന്റെ ഈ പോക്ക് കണ്ട് ഗ്രഹിക്കുമായിരിക്കും. അവനെ നമ്മള് ഇങ്ങനെ വിടണ്ടായിരുന്നു, അവൻ ഇറങ്ങി പോകുന്നത് ശരിയായില്ലല്ലോ, അവന് കഷ്ടമുണ്ടാകുമല്ലോ എന്നൊക്കെ അവൻ്റെ ഇറങ്ങിപ്പോക്ക് കണ്ടപ്പോൾ അകത്തൊരു കുത്തലുണ്ടായി. പലപ്പോഴും സാധ്യമല്ല എന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയ അന്തരീക്ഷത്തിൽ പലരും വീട് വിട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. അവർ പോയി കഴിയുമ്പോഴാണ് വീടിൻ്റെ വേദനകളും ഭാരങ്ങളും പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ അവരൊന്ന് മടങ്ങി വന്നേ കൊള്ളാമായിരുന്നു ചിന്തിക്കുന്ന നയങ്ങൾ പത്രദ്വാര ഒക്കെ വായിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, ഇവിടെ ഈ വാരത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞത്, നീ മത്സരഗ്രഹത്തിൽ പാർക്കുന്നു, അവർ കാണുക. നീ ഒരു കാര്യം ചെയ്യ്, ഈ മത്സരികളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ യാത്രക്കോപ്പ് തയ്യാറെടുത്ത് നീ ഈ ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പുറപ്പെടുക. അടുത്തത്, യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണുക പുറത്തു കൊണ്ടുവരണം. പകൽ സമയത്ത് തന്നെ കൊണ്ടുവരണം. നീ മോട്ടിച്ചോട്ട് പോയെന്ന് പറഞ്ഞ് ഉപദേശി കയറി വീട്ടിൽ കയറി മോട്ടിച്ചെന്ന് പറയാതിരിക്കേണ്ടതിന് പകല് എല്ലാവരും കാണുക, നീ എടുത്തോണ്ട് പോരണം. അടുത്തത്, വൈകുന്നേരത്ത് അവർ കാണുക പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടണം. അടുത്തത്, അവർ കാണുക നീ മതിൽ കുത്തി തുറന്ന് അതിൽ കൂടി അത് പുറത്തു കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ തടഞ്ഞു നിർത്തുന്ന ചില മതിൽ കെട്ടുകൾ, ഈ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിൽക്കുന്ന ചില മതിൽ കെട്ടുകളുണ്ട്. അത് പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടാകാം, അല്ലെങ്കിൽ അത് നിന്റെ ഉദ്യോഗത്തിന്റെ പദവിയുടെ മതിൽക്കെട്ടാകാം, അല്ലെങ്കിൽ നിന്റെ സ്നേഹം കൊണ്ട് ബന്ധിക്കുന്ന മതിൽക്കെട്ടായിരിക്കാം, അതല്ലെങ്കിൽ നിന്നെ ശത്രുവിനെ പോലെ കണ്ടു നിന്നെ ഉപദ്രവിക്കുന്ന മതിൽക്കെട്ടായിരിക്കാം. പക്ഷെ നിനക്ക് ഞാൻ ഒരു കൃപ തരുന്നു. ഏത് മതിൽക്കെട്ടായാലും നീ തന്നെത്താൻ അത് തുരക്കണം, അതിന് വിള്ളലുണ്ടാക്കണം. അതാണ് ദൈവവചനത്തിന്റെ പ്രമാണം. അതാണ് ദൈവവചനം സംസാരിക്കുമ്പോൾ അപ്പോസ്തലിക കാലത്തും യേശുവിൻ്റെ കാലത്തും ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിൻ്റെ കാലമൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ ഇടയിൽ വലിയ കലക്കമുണ്ടായി എന്നാണ്. ആ കലക്കമുണ്ടായത് എന്തിന്? അവിടെ വിശ്വാസത്തിന് ഭംഗം വരുമെന്ന് തോന്നിയപ്പോൾ, അവിടെ ഉപദേശത്തിന് ഭംഗം വന്നപ്പോൾ അവിടെ ഇടർച്ചകളായി, അവിടെ കലഹമായി തീർന്നിരിക്കുന്നു. അടുത്ത പടി എന്താ? പൗലോസിനെ കൊല്ലണമെന്നുള്ള ആർപ്പുവിളിയാണ് കേൾക്കുന്നത്. അങ്ങനെ കലഹിക്കുന്ന ഒരു അനുഭവം, വേദനിപ്പിക്കുന്ന അനുഭവം, ഇതെല്ലാം മതിൽ കെട്ടി അടച്ചു വെച്ചിരിക്കുമ്പോൾ
നീ ഒരു കാര്യം ചെയ്യണം, ആ മതിൽ തുരക്കണം. നീ അവിടെ തലകുനിക്കണ്ട, നീ ആ മതിൽ തുരക്കണം. മതിൽ തുരക്കണം. ആ മതിലിന് ഇപ്പുറത്ത് നിൽക്കാനല്ല ദൈവം നിന്നെയും എന്നെയും ആക്കി വെച്ചിരിക്കുന്നത്. ആ പാരമ്പര്യത്തിൻ്റെ മതിൽ തുരക്കണം. നീ അപ്പുറത്ത് കടക്കണം. നിനക്കൊരു ദൗത്യമുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. ഉപദേശത്തിൻ്റെ പോരായ്മകൾ വെച്ചിരിക്കുന്നതായ ആ മതിൽ നീ തുരക്കണം. എന്നിട്ട് നീ അതിൽ കൂടെ അപ്പുറത്ത് കടക്കണം. അപ്പുറത്ത് കടക്കണം. നിനക്കൊരു ശുശ്രൂഷ ഒരുക്കിയിട്ടുണ്ട്. അത് വെളിവാകണമെങ്കിൽ ചില തടസ്സങ്ങളും ബന്ധനങ്ങളും മതിൽക്കെട്ടുകളും എല്ലാം പൊളിച്ചേ മതിയാകുകയുള്ളൂ. അത് പൊളിക്കുമ്പോൾ നിനക്കൊരു ശുശ്രൂഷയുടെ വാതിൽ തുറന്ന് കിട്ടും. അനേക പ്രതിസന്ധികൾ കൂടി മറികടന്ന് ഇത്രത്തോളം എത്തിച്ച ദൈവത്തെ ഞാൻ സ്തുതിച്ചുകൊണ്ടാണിത് പറയുന്നത്. അവന് നന്ദി പറയുകയാണ്. എതിരിൻ്റെ പോരാട്ടങ്ങൾ, ഒരുപാട് മതിലുകൾ, വിസ്താര കോടതികൾ, ഒക്കെ കേസുകൾ, 144 ഇൻഡിവിജ്വൽ ഇഞ്ചക്ഷൻ, ഇതൊക്കെ ഈ പോക്കിനൊടുവിൽ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. ആ മതിലൊക്കെ തുറന്ന് അപ്പുറത്ത് കയറാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചതുകൊണ്ട് ഞങ്ങൾ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ദൈവനാമം അവിടെ എല്ലാം പിന്നെ മഹത്വപ്പെടുകയായിരുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഏത് മതിലായാലും അത് നോക്കി നിന്ന് ഭയപ്പെടേണ്ട, പകച്ചു നിൽക്കേണ്ട. അത് തുരന്ന് കളയാനുള്ള കൃപ നിനക്ക് ലഭിക്കും. ആ കല്ല് പൊളിച്ച് കളയാനുള്ളതായ ശക്തി ദൈവം നിനക്ക് തരും. ആ അടഞ്ഞു കിടക്കുന്ന മതില് അതിനകത്തൂടി അപ്പുറത്ത് കിടക്കാനുള്ള വഴി നിനക്ക് ദൈവം ശക്തീകരിച്ച് തുറന്ന് തരും. ഓർത്തുള്ള ഇതൊരു ദൂതും കൂടിയാണ്. അപ്പോൾ 7ാമത്തെ അവന്റെ പ്രതിസന്ധിയാണ് വായിച്ചത്. അടുത്ത വായിച്ചോളെ. അവർ കാണുകയും തോള് ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടണം. നിലം കാണാതെ വേണം നിന്റെ മുഖം മൂടിക്കൊള്ളണം. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരടയാളമാക്കി. മതി മതി. അവിടെ ഒരു കാര്യം എടുത്തു പറയുന്നു. ഞാൻ നിന്നെ ഈ ശുശ്രൂഷ, ഈ ബന്ധനങ്ങൾ കൂടി എല്ലാം കടത്തിവിടുന്നതിന് ഒരു ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. ഇസ്രായേൽ ഗൃഹത്തിന്റെ നടുവിൽ നീ ഒരു അടയാളമായിരിക്കണം. അതേ പ്രിയപ്പെട്ടവനെ, എതിരാളികളെയും നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഉപദ്രവിക്കുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും നടുവിൽ നീ മിണ്ടാതെ മൃഗത്തെ പോലെ, രോമം കത്തിങ്ങുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നീ മൗനമായിരുന്നാൽ മതി. പക്ഷേ നീ അവരുടെ ഒരു അടയാളമായി മാറ്റപ്പെട്ടു. അവരുടെ ഇടയിൽ നീ ഒരു അടയാളമായിരിക്കും. നീ ഒരു 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 ഫ്ലാഗായിട്ട് അങ്ങ് മാറ്റപ്പെടുകയാണ്. ഒരു വഴികാട്ടിയായി മാറ്റപ്പെടുകയാണ്. നീ അനുഭവിച്ച കഷ്ടങ്ങൾ എന്തിനു വേണ്ടിയെന്ന് ആ മത്സരഗ്രഹത്തിലുള്ളവർ പിന്നെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പോയ മാർഗം ശരിയാണ്, അത് സത്യമാണ് എന്ന് ബോധ്യം വരും. നീ അവർക്ക് അടയാളമായിരിക്കും. പലപ്പോഴും ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ വരുമ്പോൾ കുടുംബക്കാരും ബന്ധക്കാരും ഇടവക്കാരും ഒക്കെ എതിർക്കുന്ന അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടുള്ളതാണ്. എന്നാൽ പതറിപ്പോകാതെ പ്രാപിച്ച മാർഗം ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി അതിനൊരു കുറവും കേടും വരുത്താതെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഒടുവിൽ ആ കുടുംബയോഗം കൂടുമ്പോൾ നിന്നെ ആയിരിക്കും ഒരു പ്രതിഷ്ഠിച്ച് വയ്ക്കുന്നത്. ഒരു വലിയ അനുഭവം തന്നെ നീ നിമിത്തം അവിടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒരു അടയാളമാക്കി വയ്ക്കാനാണ്. ഇനിയും ആ ശുശ്രൂഷ കഴിഞ്ഞു, അവൻ്റെ ആ ട്രെയിനിങ് ഫീൽഡ് കഴിഞ്ഞു. അടുത്ത 8ാമത്തെ ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അപ്പോൾ 24-ാം അധ്യായം, ഇസഖ്യേൽ 24-ാം അധ്യായം അതിൻ്റെ 16 വാക്യങ്ങൾ വായിച്ചാട്ടെ. മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കരയുകയോ കണ്ണുനീർ വാക്കുകയോ ചെയ്യരുത്. നീ മൗനമായി നെടുവീർപ്പിട്ടുകൊള്ളുക. മൃതവിലാപം കഴിക്കരുത്. തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക. അതരം മൂടരുത്. മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത്.
അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്ത് എന്റെ ഭാര്യ മരിച്ചു. നിന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു. അപ്പോൾ ജനം എന്നോട്, നീ ഈ ചെയ്യുന്നതിന്റെ അർത്ഥം എന്ത്? ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച ആ വേദഭാഗം വായിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. എനിക്ക് ദുഃഖം വരുന്ന ഒരു ഭാഗമാണത്. ഏറ്റവും കഠിനമേറിയ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് അവനെ ഇറക്കി വിട്ടിരിക്കുന്നു. എന്താണ് ഇത്ര കാഠിന്യം മറ്റുള്ളതിനേക്കാൾ? 390 ദിവസം കിടന്നൊരു കഠിനമല്ലേ? കയറ് കെട്ടിയിട്ടിരുന്നത് കഠിന അനുഭവങ്ങളല്ലേ? ഇതിനേക്കാൾ അപ്പുറത്ത് മതിൽ തുരക്കാൻ നേരിട്ടറയില്ലാരും പോലുമില്ലാതെ, വീട്ടിൽ നിന്നൊരു സംഭാവന ഇല്ലാതെ, വീട്ടിൽ നിന്നൊരു അനുകൂലമില്ലാതെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞ വരവുണ്ടാവും. അവിടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി നീ ഇറങ്ങിപ്പോകുന്ന ഒരു കഠിനമേറിയ അനുഭവങ്ങളല്ലേ? എല്ലാം കഠിനമാണ്. എന്നാൽ അതിലുപരിയായി എത്തിച്ചേരുകയാണ്. ഹോബിയായ ദൈവം എന്നോട് പറഞ്ഞു, മകനെ മകനെ, ഞാൻ നിനക്കൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഒരേ അടിയാൽ ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കളയും. ഒരു സുവിശേഷകൻ, സുവിശേഷത്തിന് വേണ്ടി കർത്താവ് അപ്പോയിന്റ് ചെയ്തവൻ, അവൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വർഗം പറയുന്നു, നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഒരേ അടിയാൽ ഞാൻ നിന്നിൽ നിന്ന് നീക്കം ചെയ്യും. എന്തിനാ കർത്താവേ? നിന്റെ കണ്ണിന് ആനന്ദമായവളാര്? നിന്റെ സ്വന്തം ഭാര്യ. എസെക്കിയേലേ, നിന്റെ സ്വന്തം ഭാര്യയെ ഒരേ അടിയാൽ ഞാൻ നിന്നിൽ നിന്ന് മാറ്റിക്കളയും. സ്തോത്രം. മനുഷ്യന്റെ ബുദ്ധിയും ആവേശവും പ്രകടനങ്ങളൊന്നും അല്ല ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നത്. അവൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുവാൻ ചില വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകേണ്ടി വരും. ആ വേദന കണ്ടു നിൽക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. ആ വേദന അതുപോലെ ആസ്വദിക്കാനോ ഫേസ് ചെയ്യാനോ ആ വ്യക്തികൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇത് ആവശ്യമെന്ന് ദൈവം തമ്പുരാൻ കണ്ടാൽ അത് ചെയ്യുവാൻ അവൻ മടിക്കുന്നില്ല. നിന്റെ കണ്ണിന് ആനന്ദമായവൾ. ഞാൻ ദൈവസന്നിധി തന്നെ ഒരു ചോദ്യകർത്താവായി മാറിയിട്ടുണ്ട്. എന്തിനാ കർത്താവേ? ഞാനൊരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ രാത്രിയോ പകലോ നോക്കാതെ കഠിനാധ്വാനം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല, ശരീരത്തിൻ്റെ ക്ഷീണത്തോടെ ആയിരിക്കും വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. വീട്ടിൽ മടങ്ങി വരുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം ഭാര്യ ഒരു കപ്പ് ചായ കൊണ്ടു തന്ന് വളരെ ക്ഷീണം തോന്നുന്നല്ലോ എന്നൊക്കെ കുശലം പറഞ്ഞ് പോയി കുളിച്ചാട്ടെ, വേണം ഭക്ഷണം കഴിച്ചാട്ടെ എന്നൊക്കെ പറയുന്നത് ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യയാണ്. ആ ഭാര്യയെ അദ്ദേഹത്തിന് ആവശ്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വീട്ടിൽ വന്നാൽ തിരിഞ്ഞു നോക്കാത്ത പല മത്സരഗ്രഹത്തിലുള്ള പലരും ഉള്ളപ്പോൾ ഇവൻ്റെ ഭാര്യ മാത്രം എന്നെ സ്നേഹിക്കുന്നു, അവനെ ആവശ്യമാണ്. എന്നാൽ അവനെ നീക്കം ചെയ്യുന്നത് എന്തിനാണ്? അവളെ നീക്കം ചെയ്തത് എന്തിനാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. ഞാൻ ബുദ്ധിശൂന്യനാണ്, ഞാനൊരു മണ്ടനാണ്, അറിവില്ലാത്തവനാണ്. കർത്താവിനെ പഠിപ്പിച്ചു, മകനെ, കണ്ണിന് ആനന്ദമായവളെന്ന് എഴുതിയത് എന്തുകൊണ്ട്? അവൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തെക്കാൾ അധികം, ദൈവാലോചനയേക്കാൾ അധികം, മറ്റ് പലതിനേക്കാൾ അധികം അവൻ സ്നേഹിക്കുന്നത് അവൻ്റെ ഭാര്യയാണ്. എന്നെക്കാൾ അധികം മറ്റൊന്നിനെ സ്നേഹിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ചിലർക്ക് ഭാര്യ ദൈവമായിട്ട് മാറ്റപ്പെടുന്നു, ചിലർക്ക് അമ്മ ദൈവമായിട്ട് മാറ്റപ്പെടുന്നു, ചില അപ്പന് ദൈവമായിട്ട് മാറ്റപ്പെടുന്നു, ചില അപ്പനമ്മമാർക്ക് മക്കൾ ദൈവമായിട്ട് മാറ്റപ്പെടുന്നു. കാരണം മറ്റുള്ളതിനേക്കാൾ അധികം ഇതുങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ലാളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവകാര്യങ്ങൾ വിസ്മരിക്കപ്പെടുന്നു, ഇവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു.
അങ്ങനെ പോയ പലരെ കുറിച്ചും എനിക്ക് തിരുവനന്തപുരത്ത് പറയാറുണ്ട്. യെരൊബെയാം എന്ന് പറയുന്ന ഒരാളുണ്ട്. താൻ വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി താൻ ദേവാലയത്തിലുള്ള യാത്ര അവസാനിപ്പിച്ചു. തൻ്റെ പോക്ക് നിർത്തി, പിന്മാറ്റത്തിലായി, വഴിതെറ്റിയവനായി മാറി. അതിൻ്റെ ശിക്ഷ എന്ത്? അവൻ്റെ പിറന്ന് വീണ കുഞ്ഞിനെ ദൈവം തമ്പുരാൻ അവൻ്റെ കണ്ണിന് മുമ്പിൽ വെച്ച് നീക്കിക്കളഞ്ഞു. കഠിനമേറിയ വേദന അവൻ സഹിക്കേണ്ടി വന്നു. ദൈവത്തെക്കാൾ അധികം മറ്റൊന്നിനെ സ്നേഹിക്കാൻ ഭാര്യയായാലും മക്കളായാലും മാതാപിതാക്കളായാലും ഏത് വസ്തുവകകളായാലും ദൈവത്തെക്കാൾ അധികം മറ്റൊന്നിനെ സ്നേഹിക്കാൻ നീ തയ്യാറായാൽ അതിൻ്റെ പിന്നിൽ വേദനിക്കുന്ന അനുഭവം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ. പ്രൈസ് ദി ലോർഡ്. വേദനിക്കുന്ന അനുഭവം നിന്റെ പിന്നിലുണ്ട്. യെരൊബെയാം അങ്ങനെ സ്നേഹിച്ചു. അവന് പിറന്ന് വീണ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ശലോമോന് വളരെ ശക്തനായിട്ട് നിന്നവൻ, ആരും ആദരിക്കത്തക്കണമായ വലിപ്പമുള്ളവൻ, ശ്രേഷ്ഠതയുള്ളവൻ, പദവിയുള്ളവൻ, അനേകരെക്കാൾ അധികമായി വലിയ ജ്ഞാനത്തിൻ്റെ തികവുള്ളവൻ. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന അനേകരെ തലകുനിച്ചിട്ടുണ്ട്, വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, ആലയത്തിൽ ദൈവ തേജസ് ഇറങ്ങാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ വിവാഹം കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അവൻ 700, 300, 1000 പേരുടെയൊക്കെ ഭർത്താവായി ജീവിച്ച ചരിത്രം കിടക്കുന്നല്ലോ. അവന് ദൈവമക്കളായിട്ടുള്ള ഒരെണ്ണത്തിനെയും വിവാഹം കഴിച്ചില്ല. മോവാബ്യരുടെയും അമ്മോന്യരുടെയും ഒക്കെ ഇടയിൽ ജാതിയുടെ ഇടയിൽ ചെന്ന് ദൈവം നിരോധിച്ചതിനെ ഇവൻ്റെ ഭാര്യമാരായിട്ട് ഏറ്റെടുത്തുകൊണ്ട് വന്നു. ശലോമോനെ, നിന്റെ അന്ത്യം ഇവിടെ. അതിഭയങ്കരമേറിയ വേദനാജനകമായ അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ ദൈവത്തെക്കാൾ അധികം നിന്റെ ഭാര്യയെ തലയെ വെച്ചുകൊണ്ട് നടക്കരുത്. ദൈവത്തെക്കാൾ അധികം നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കരുത്. അതുകൊണ്ടാണ് പദം ഉപയോഗിച്ചത്, നിന്റെ കണ്ണിന് ആനന്ദമായവളെ. നിനക്കൊരു പക്ഷേ പലതിലും സന്തോഷമായിരിക്കാം, നല്ലതാണത്. ഭാര്യ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുന്നു. ഓക്കെ, നല്ലതാണ്. അവിടെ വേദനകൾക്ക് നീ പരിഹാരം വരുത്തേണ്ടത് നീയാണ്, ആവശ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടത് നീയാണ്. പക്ഷെ ഒരു കടമ്പ ഇതിനകത്ത് കിടപ്പുണ്ട്, ദൈവത്തെ വിട്ട് അപ്പുറത്തോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിട്ടു പോകരുത്. ദൈവാസൻ വിവാഹം കഴിക്കാൻ നിന്നപ്പോൾ ശുശ്രൂഷകനായ പുരോഹിതൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, ബ്രദറെ, എല്ലാറ്റിനേക്കാൾ അധികം ഈ നിന്റെ വലത്ത് പാർക്കുന്ന ഈ സ്ത്രീയെ നീ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. എടുത്ത വായിലെ അദ്ദേഹം ജനത്തിന് മുമ്പിൽ വെച്ച് പറഞ്ഞു, നോ. ഉടനെ പുരോഹിതൻ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ ഇവളേക്കാൾ അധികം സ്നേഹിക്കുന്ന മറ്റൊന്നെൻ്റെ മുമ്പിലുണ്ട്. ഇത് കേട്ടപ്പോൾ പലർക്കും അത്ഭുതം തോന്നി. കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യയെ വിട്ട് മറ്റൊരു ബന്ധവനുണ്ടോ? മറ്റൊരു സ്നേഹമുണ്ടോ? അവളോട് ചോദിച്ചു, നിനക്ക് എല്ലാറ്റിനേക്കാളും വിട്ട് ഇവനെ സ്നേഹിക്കാൻ മനസ്സാണോ? അവൾ പറഞ്ഞു, നോ. അതെന്താണെന്ന് ചോദിച്ചു വന്നു. ഇവനേക്കാളധികം നിനക്ക് ബന്ധമുള്ള വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു. രണ്ടുപേരും ശ്രദ്ധ വെച്ചത് ഒരേ പോയിന്റിലേക്കാണ്. രണ്ടുപേരും പറഞ്ഞു, എനിക്ക് ഭാര്യയേക്കാൾ സ്നേഹിക്കാൻ ഒരാളുണ്ട്. അവൾ പറഞ്ഞു, ഭർത്താവിനേക്കാൾ സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട്. അതാരെന്ന് തിരഞ്ഞപ്പോൾ പറയുന്നു, എനിക്ക് വേണ്ടി കുലമരമെടുത്തുകൊണ്ട് ചാട്ടവാറിൻ്റെ അടി കൊണ്ടുകൊണ്ട് മുഖത്തെ മീശ പിച്ച് പറിച്ച് സകല പരിഹാസങ്ങളും നിന്ദകളും സഹിച്ചുകൊണ്ട് കുലമരമെടുത്തുകൊണ്ട് കാൽവറിയിലേക്ക് കടന്നുപോയി 3 നാളിന്മേൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞാൻ ഇരിക്കുന്നിടത്ത് അടുത്ത് വരാമെന്ന് വാക്ക് പറഞ്ഞ ഒരു യേശു എനിക്കുണ്ട്, ഒരു യേശു ഉണ്ട്, ഒരു ജീസസ് ഉണ്ട്. അവനേക്കാൾ അധികം ഞാൻ ഭാര്യയെ സ്നേഹിക്കയില്ല, അവനേക്കാൾ അധികം ഞാൻ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് ആ വിവാഹ ശുശ്രൂഷ നടുവിൽ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അതേ പ്രിയപ്പെട്ടവരെ,
എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സ്നേഹം ആവശ്യമാണ്. സ്നേഹമില്ലാതെ പോകരുത്. വിദ്വേഷങ്ങളും പകയും പിറുപിറുപ്പുകളും അല്ല ഒരു കുടുംബജീവിതത്തിൽ, ഒരു വ്യക്തിജീവിതത്തിൽ വേണ്ടത്. തമ്മിൽ സ്നേഹമാണ്, തമ്മിൽ ബഹുമാനമാണ്, ആമൻ കീഴടങ്ങലാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അതിനെ വിട്ട് ഭാര്യയെ അധികം സ്നേഹിച്ചാൽ, ഭർത്താവിനെ അധികം സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ കരം ഭാരമായിട്ട് വരും. ദൈവത്തിൻ്റെ കരം ഭാരമായി വരും. നേരിടാൻ കഴിഞ്ഞെന്ന് വരികയില്ല. വൈദ്യന്മാർക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. അഭ്യാസികൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോർത്തോളണം, ഈ വചനത്തിന് മുമ്പാകെ എസെക്കിയേലിനെ അവസാനത്തെ ട്രെയിനിങ് ഫീൽഡിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരേ അടിയാൽ നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഞാൻ മാറ്റിക്കളയുമെന്ന് പറഞ്ഞു. ഇത് രാവിലെ സംസാരിച്ചു. വൈകുന്നേരത്ത് അവൾ മൃതശരീരമായി അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവനോടൊരു കാര്യം പറയുന്നു, നീ കരയരുത്. നിന്റെ ഇടർച്ചയൊന്നും ഇവിടെ കാണരുത്. നീ പരിഭവങ്ങൾ പറയരുത്. ചെയ്തത് സ്വർഗത്തിലെ തമ്പുരാനാണ്. അവന് നിന്നെക്കുറിച്ച് പ്ലാനുണ്ട്. ആ പറഞ്ഞതുപോലെ അവനനുസരിച്ചു. വൈകുന്നേരമായവൾ മരിച്ചു. വേണ്ടപ്പെട്ടവർ കൂടി അവളെ അടക്കം ചെയ്തു. ഇനി ഞാൻ ഈ പുസ്തകം എടുക്കയില്ല, ഇനി ഞാൻ ഈ പ്രവചിക്കയില്ല. എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായിരുന്ന എൻ്റെ ഭാര്യയെ എടുത്തു കളഞ്ഞ ദൈവത്തെക്കുറിച്ച് എന്നെ മിണ്ടുകയില്ല, ഞാൻ പ്രസംഗിക്കയില്ല. ഈ ദൈവം എന്ത് ദൈവമാണ്? ഇങ്ങനെ ചോദിക്കേണ്ട ഇടത്ത് പല ആളുകളും അങ്ങനെ തന്നെ ചോദിക്കുന്നു, ഇതെന്തോ ദൈവമാണ്? ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര വർഷങ്ങളായി ഞാൻ ഉപവസിക്കുന്നു, എത്ര നാളായി ഞാൻ നോമ്പ് നോക്കുന്നു, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല. എൻ്റെ ഭർത്താവിനെ അങ്ങ് വിളിച്ചത് എന്തിനാണ് ദൈവം? ചെറുപ്പത്തിലേ വിളിച്ചത് എന്തിന്? എൻ്റെ ഭാര്യയെ ചെറുപ്പത്തിലേ വിളിച്ചത് എന്തിന്? ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന അനേക ചോദ്യകർത്താക്കൾ ഉള്ളപ്പോൾ, എസെക്കിയേലേ, നീ അതിനൊന്നും വിധേയപ്പെട്ടില്ല. ദൈവം കൊടുത്ത ഓരോ ട്രെയിനിങ് ക്ലാസ്സുകളും മറികടന്നവന് പരാജയപ്പെട്ടിട്ടില്ല. അവിടെ എല്ലാം അവൻ വിജയിച്ചു. സ്വന്തം ഭാര്യ പോയപ്പോഴും ആമേൻ കർത്താവിനെ തള്ളിപ്പറയാത്തൊരുവനായിട്ട് അവിടെ കാണാം. അവന് ശുശ്രൂഷ ആരംഭിച്ചു. ദൈവത്തിന് മേലൊരു പുതിയ എണ്ണ കൊടുത്തു. പുതിയ എണ്ണയുണ്ടവനെ അഭിഷേകിച്ചു. പുതിയ ആത്മാവുണ്ടവനെ നിറച്ചു. ഇനി നിനക്ക് സ്വതന്ത്രമാണ്. പിന്നിൽ ഭാര്യയെ സ്നേഹിക്കാൻ, ഭാര്യയെ കളിപ്പിക്കാൻ, ഇനി അവളുമായിട്ട് സമയം കളയുവാൻ നിനക്കില്ല. നീ ഇത് അവളുണ്ടായിരുന്നെങ്കിൽ ശുശ്രൂഷിക്കേണ്ട സമയം നീ നിന്റെ ഭാര്യയോട് കൂടി കഴിച്ചു കൂട്ടുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവളില്ല. നിനക്ക് പിന്നിലേക്ക് നോക്കേണ്ട, മുമ്പിലേക്ക് തന്നെ പോകും. അവനെ ഇറക്കി വിട്ടു. 25-ാമധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, അവന്റെ പ്രവചനം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. 25-ാമധ്യായത്തിൽ 2-ാം വാക്യത്തിൽ മുകളിൽ നോക്കിയേ. മനുഷ്യപുത്ര, നീ അമോന്യരുടെ നേരെ മുഖം തിരിച്ച് മതി. നീ അമോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെ കുറിച്ച് നീ പ്രവചിക്ക്. മരിച്ചുപോയ ഭാര്യ ഓർത്ത് വിലാപം കഴിച്ചുകൊണ്ടിരിക്കാനല്ല നിനക്ക് ഈ ട്രെയിനിങ് തന്നത്. സ്വന്തം ഭാര്യ വിട്ടു പോകേണ്ടി വന്നാലും കർത്താവിന്റെ വേല വിട്ടുമാറരുത്. സ്വന്തപ്പെട്ടവരൊക്കെ പ്രതിയോഗികളായി മാറിയാലും നിന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ മറന്നു പോകരുത്. നീ ആരെക്കുറിച്ചാണ് പ്രവചിക്കേണ്ടത്? എന്താ വായിച്ചപ്പോൾ? അമോന്യരുടെ നേരെ മുഖം തിരിച്ചവരോട് പ്രവചിക്കണം. 26-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തില്, മനുഷ്യപുത്ര, നീ യെരൂശലേമിനെ കുറിച്ച് പ്രവചിക്കണം. 27-ാം അധ്യായം 2-ാം വാക്യം, മനുഷ്യപുത്ര, നീ സോരിനെ കുറിച്ച് പ്രവചിക്കണം. 28-ാം അധ്യായം, മനുഷ്യപുത്ര, സോർ രാജാവിനെ കുറിച്ച് പ്രവചിക്കണം. നോക്കണം ദൈവമക്കള്, ഓരോ അധ്യായവും സ്വന്തം ഭാര്യയുടെ മരണം അടക്കം കഴിഞ്ഞപ്പോൾ ഇവനെ ഇരട്ടി ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുന്ന കാഴ്ച കാണാം. ചില നഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്നത് ദൈവത്തിന് വലിയ ആദായം ഉണ്ടാക്കുന്നതാകും. ദൈവാദായത്തിലേക്ക് നടത്തുവാൻ ചില കഷ്ടതയുടെ, വേദനയുടെ, ഏറ്റുമുട്ടലുകളുടെ, വിമർശനങ്ങളുടെ, തരം താഴ്ത്തലുകളുടെ,
ഭീഷണികളുടെ ഒക്കെ ഇടപെടികളുടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് ആത്മീയ മണ്ഡലത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. എനിക്ക് ഈ മാർഗം വേണ്ട എന്ന് പറയരുത്. അതിശ്രേഷ്ഠമേറിയ ഈ മാർഗത്തിന് മുമ്പാകെ നിന്റെ ദൗത്യത്തിൽ നീ മാറുന്നുണ്ടെങ്കിൽ നീ പശ്ചാത്തപിക്കണം. ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാൻ മടി കാണിക്കുന്നെങ്കിൽ പശ്ചാത്തപിക്കണം, കരയണം, മടങ്ങി വരയണം. ഞാൻ അവിടെ വിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് ദൈവമക്കളെ. എസെക്കിയേലിനെ സംബന്ധിച്ച് അവൻ അതിശ്രേഷ്ഠമേറിയ പ്രവാചകനായി, വലിയ പ്രവാചകനായി ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രവാചകനെ തിരുവനന്തപുരത്തെ കാണുന്നത് ഒരു രാഷ്ട്രീയ പ്രവാചകനായിട്ട് കൂടിയാണ്. ഒരു ആത്മാവിൻ്റെ പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പ്രവാചകനാണ്. ചരിത്രം പഠിച്ചാൽ അവൻ്റെ പ്രവചനം, അവനെ പ്രവചിച്ച ഭാഗം, അവരെ ദൈവം എടുത്തത് 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ആത്മാവ് അവനെ എടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായം 12-ാം വാക്യം, അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിറകിൽ. യഹോവയുടെ മഹത്വം വെളിപ്പെടണമെന്ന് വലിയ മുഴക്കത്തോടെ ഞാൻ കേൾക്കുന്നു. ശ്രദ്ധിക്കണം. വീണ് കിടക്കുന്നവനെ, ദൈവ സാന്നിധ്യം അറിഞ്ഞ് വീണ് കിടക്കുന്നവനെ നേരെ നിർത്തി. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവനെ, എന്താണ് വാക്യം? അപ്പോൾ അവനെ എടുത്തു. യഹോവയുടെ ആത്മാവ്, യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിറകിൽ കേട്ടു. ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കണം. 12-ാം വാക്യം പറഞ്ഞ അവിടെ തുടങ്ങിയത് എന്താ? അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. എന്നെ എടുത്തു. എടുത്തു പൊക്കി നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. എന്ത്? യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ശബ്ദം അവന്റെ കാതുകൾ ഇടിനാദം പോലെ മുടങ്ങുന്നു. എസെക്കിയേലേ, ഒരു കൊച്ചു ശുശ്രൂഷകനായിട്ടല്ല നിന്റെ ദൈവം എടുത്തത്. യഹോവയുടെ മഹത്വം, യഹോവയുടെ മഹത്വം എല്ലാവരും കാണത്തക്കവണ്ണം വെളിപ്പെട്ട് വരേണം. അതിനാണ് ദൈവം നിന്നെ ഒരു രൂപാന്തരത്തിലേക്ക് ഈ ട്രെയിനിങ് നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. വെറുതെ യാദൃശ്യമായിട്ടല്ല. നീ നിമിത്തം യഹോവയുടെ മഹത്വം വെളിപ്പെടേണ്ടതുണ്ട്. ശുശ്രൂഷകന്മാരാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാനോട് പറയട്ടെ, പ്രിയപ്പെട്ടവനെ, നീ നിമിത്തം, ഞാൻ നിമിത്തം യഹോവയുടെ മഹത്വം വെളിപ്പെട്ടില്ലാത്ത അനേകയിടങ്ങളിൽ ഈ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ആക്കി വെച്ചവരാണ്. നാം അതിന് ഉറങ്ങിപ്പോകരുത്, ആലസത കാണിക്കരുത്. എല്ലാം ജാഗ്രതയോടെ ചെയ്യുവാൻ തയ്യാറായാൽ വേദനയുടേതായ കടമ്പുകൾ പലതും കടന്നു പോകേണ്ടി വരും. പലപ്പോഴും ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്, ഈ പുസ്തകം താത്തു വെച്ചാൽ എന്താ, എന്തിനാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കേണ്ട രംഗങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിട്ടുണ്ട്. അപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനെ ശക്തിയോടെ പ്രേരിപ്പിക്കുകയാണ്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എന്തിന്? നിന്നെ നടത്തുന്നത് എന്തിന്? എന്നെ ഭയപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് കീഴടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യഹോവയുടെ മഹത്വം വെളിപ്പെടുത്തുവാനാണ്. അവൻ്റെ പ്രവചനത്തിൻ്റെ 21-ാം അധ്യായം എടുത്താട്ടെ. 21-ാം അധ്യായം ഏതാണ്ട് എസെക്കിയേലിനെ സംബന്ധിച്ച് ദൈവാലോചന ജനത്തോട് പറയുവാൻ യഹോവയുടെ മഹത്വത്തിൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവൻ പ്രവചിച്ചതിനെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് ഏതാണ്ട് 543 രാഷ്ട്രീയ പ്രവചനങ്ങൾ അവൻ നടത്തിയെന്നാണ്. 543 പ്രവചനങ്ങൾ. അതിൽ 588 പ്രവചനങ്ങളും യാഥാർത്ഥ്യമായി തീർന്നു എന്നും കൂടെ ആമേൻ ആത്മീയ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നു. 543 എണ്ണവും 488 എണ്ണവും സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. അതിലൊരെണ്ണം മാത്രം വായിക്കുന്നു. 21-ാം അധ്യായം 26-27 വാക്യം.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ആ, ഞാൻ മകുടം നീക്കി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ശ്രദ്ധിക്കണം. ഞാനതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. ഒന്നുകൂടെ 26-ാം വാക്യം വായിച്ചേ. യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. സ്തോത്രം. വളരെ ചരിത്ര സംഭവമായ രാഷ്ട്രീയ പ്രവചനമാണിത്. ഞാൻ മകുടം നീക്കി കിരീടം എടുത്ത് കളയും എന്ന് വെച്ചാൽ രാജകീയ ഭരണങ്ങളും കിരീടധാരണകളും ആധിപത്യങ്ങളും ഏകാധിപത്യങ്ങളും ഒക്കെ നടപ്പിലായിരുന്ന കാലഘട്ടങ്ങളൊക്കെ മറക്കാൻ കഴിയുകയില്ല. എന്നാൽ തമ്പുരാന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ കൽപ്പിച്ച പോലെ തന്നെ അവൻ കിരീടം എടുത്തു കളഞ്ഞു. ഞാൻ മകുടം നീക്കിക്കളഞ്ഞു. ആധിപത്യമെല്ലാം ഒരുവന്റെ തലയിൽ വയ്ക്കുന്നെല്ലാം മാറ്റിക്കളഞ്ഞു. ഇന്ന് കിരീടമാർക്കുമില്ല. എന്നാൽ അടുത്ത പദം എന്താ? ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഓർക്കണം, മനുഷ്യവർഗത്തിന്റെ ഇടയിലേക്ക് പോയാൽ ജാതിസ്പർദ്ധ വളരെ വർദ്ധിച്ചതാണെന്ന് ഓർക്കണം. ജാതികള് ഉന്നതന്മാരും താണവരുമായിട്ട് വേർതിരിച്ച് കുശിരുന്നു ബ്രാഹ്മണരെന്നു ഒക്കെ പേര് പറഞ്ഞ്, വൈശ്യരെന്ന് പേര് പറഞ്ഞ് മാറ്റി തിരിച്ച് വലിയവര് ചെറിയവരായി മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അതെല്ലാം കടന്നുപോയി. ഇന്ന് ജാതിപ്പേര് പറഞ്ഞാൽ അതിന് മേൽ ശിക്ഷാവിധിയുണ്ട്. നമ്മൾ ക്ഷമിക്കണം എന്ന് ആശയം പറയുകയാണ്. ഇന്ത്യയുടെ പരമോന്നത പദവിയിലായിരുന്ന ഇന്ത്യ പ്രസിഡന്റായിരുന്ന ബഹുമാന്യനും ആദരണീയനും ശ്രേഷ്ഠനുമായിരിക്കുന്ന KR നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ കുലമഹിമ നോക്കിയാൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം ഇന്ന് ആര്? സകല വമ്പന്മാരുടെയും മുമ്പിൽ സകല ഉന്നതന്മാരും അദ്ദേഹത്തിന് മുമ്പാകെ തലകുനിച്ചേ മതിയാകെയുള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണത്. ഇന്ന് ജാതികളെ എതിരിക്കേണ്ട ഇലക്ഷൻ നടക്കുന്നു. ഡെമോക്രസി ഉണ്ട്, ജനാധിപത്യമാണ്. അതിനകത്ത് പുലയവർക്ക് വന്നോ, ഈഴവർക്ക് വന്നോ, ഉള്ളാടവർക്ക് വന്നോ ആരും പറയണ്ട. കാൻഡിഡേറ്റായി നിൽക്കുന്ന വ്യക്തി അവിടുത്തെ ജനപ്രതിനിധിയാണ്. അതൊക്കെ ജാതിപ്പേരിൽ ഒരുപക്ഷെ നിന്റെ നോട്ടത്തിൽ കുടുംബം വലിപ്പം കാണുകയില്ല. കറുത്ത തൊലിയായിരുന്നേക്കാം, കവളൊട്ടിയതായിരുന്നേക്കാം. പക്ഷേ ഒരു മനുഷ്യനാണ്. അവൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്. അവനെ നിസ്സാരെന്ന് തള്ളിക്കളയുവാൻ വചനം അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളണം, ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ ഞാൻ താഴ്ത്തിക്കളയും. ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും പിടിയില്ല. നീ ഇന്ന് പിന്നെ പാട്ടുകാരൻ പാടുപോലെ മാളിയ മുറി മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ആ പാട്ട് ഓർത്ത് കൊള്ളണം. മാളിയ മുകളേറിയവൻ്റെ ഉന്നതമായ മളിമേടയിൽ ഇരുന്നവനെ താഴേക്കിറക്കി തോളിൽ മാറാപ്പ് കെട്ടിക്കൊണ്ട് കഴുത ചുമക്കുന്നവരെ ചുമപ്പിക്കുന്നത് ഇന്നമ്പുരാൻ. ഓർക്കണം, വലിയ അക്ഷത്യങ്ങളും പാരമ്പര്യങ്ങളും കുലമഹിമകളും സാമ്പത്തിക ഭദ്രതയും വിദ്യാഭ്യാസവും സ്ഥാനമാനങ്ങളും എല്ലാം പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുമ്പോൾ എനിക്കൊരു വാചകം എടുത്തു പറയേണ്ടതുണ്ട്. ഏത് മനുഷ്യനായാലും ഒരു ശ്വാസമാണെന്ന് കരുതിക്കൊള്ളണം. ഏത് മനുഷ്യനായാലും നീ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. ഏത് മനുഷ്യൻ്റെ വലിപ്പവും ഒരു ശ്വാസത്തിൽ നിൽക്കുന്നതാണ്. അത് പോയാൽ
വി ആർ നത്തിങ്, ഒന്നുമില്ല എന്നുള്ള വലിയ പരമസത്യം തള്ളിക്കളയരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വേദഭാഗം ഞാൻ അവിടുന്ന് വിട്ടുകളയുമ്പോൾ കിരീടം മകുടം നീക്കി കിരീടം നീക്കിക്കളയുമെന്ന് പറഞ്ഞു. അമ്മേൻ യെസക്കേലേ, നീ താഴ്വരയിലേക്കൊന്ന് വരിക, നീ താഴ്വരയിലേക്ക് വരിക. നിന്റെ വലിപ്പമെല്ലാം മാറ്റി, നിന്റെ പദവിയെല്ലാം മാറ്റി ഈ താഴ്വരയിലേക്കൊന്ന് ഇറങ്ങി വരിക. ആ താഴ്വരയിൽ എന്താ കിടക്കുന്നത്? 37-ാമത്തെ അധ്യായത്തിൽ കിടക്കുന്നത് എന്താ കിടക്കുന്നത്? മനുഷ്യപുത്ര, ഈ അസ്ഥികൂടങ്ങൾ ജീവിക്കുമോ? ജീവിക്കുമോ? 10-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാവുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നീ താഴ്വരയിലേക്കൊന്ന് ഇറങ്ങി വാ. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, താഴ്വരയിലേക്കൊന്ന് ഇറങ്ങി വാ. അവനെ വലിപ്പം കാണിച്ചുകൊണ്ട് നിൽക്കാതെ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നാൽ ഈ അസ്ഥികൂടങ്ങളുടെ ഇടയിൽ ഒരു പ്രകടനം കാണാം, ഒരു പ്രകടനം കാണാം. ദൈവാത്മാവുള്ള ദൈവഭക്തന്മാര് സ്ഥാനമാനങ്ങൾ വലുത് കിട്ടാൻ ശ്രമിക്കുന്നതിനേക്കാൾ അധികം അവർ താഴേക്ക് ഇറങ്ങി വരികയാണ്. ആത്മാവുള്ളവൻ ശുശ്രൂഷകന്മാർ ഇറങ്ങി വരണം. പൊങ്ങച്ചം മാറ്റി വെച്ചിട്ട് താണി അനുഭവത്തിലേക്ക് ഇറങ്ങി വരണം. ഒരു ഓഫീസാണെങ്കിൽ ഓഫീസ് മാനേജറുണ്ട്, ക്ലർക്കുണ്ട്, അക്കൗണ്ടൻ്റുണ്ട്, പിയൂണുണ്ട്, സ്വീപ്പറുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഒരു പക്ഷേ ഇവർ പലരും വരുന്നതിന് മുമ്പ് മാനേജർ വന്നാൽ, അവിടെ ചിലർ അവധിയായി തീർന്നാൽ അവിടെ കിടന്ന് ചാടുവാനും ബഹളം ഉണ്ടാക്കുവാനല്ല. ഓഫീസറായിരിക്കും നീ ആ ലെഡ്ജർ എടുത്ത് മറ്റിടത്തേക്കൊന്ന് മാറ്റി വെക്കാൻ മടിക്കുന്നില്ല എങ്കിൽ നീ ഇറങ്ങി വരുന്നവനാണ്. നീ നിന്റെ സ്ഥാനത്ത് കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജോലി മുടങ്ങിക്കൊണ്ടേയിരിക്കും. ഓഫീസർ ഒരു പിയൂണിൻ്റെ പണി ചെയ്യുവാൻ തയ്യാറുള്ളവനാകണം. പിയൂൺ ഓഫീസറായാലൊക്കെ ഇല്ല. ഉന്നതനായിരിക്കുന്നവൻ താഴേക്ക് ഇറങ്ങി വരുന്ന മനോഭാവമുള്ളവനായിരിക്കണം. അതാണ് ദൈവപ്രവൃത്തിയുടെ മഹത്വം. ഏലിയാവ് ആഹാബിനോട് പ്രവചിച്ചു. എന്നാൽ അടുത്ത ദിവസം കാണുന്നത് ഇവൻ ജീവിക്കുന്നത് മണിമേടയിലല്ല, കാക്കയുടെ കൂടെയാണ്. നമ്മൾ ചിന്തിക്കണം, ഏറ്റവും വലിയ പ്രവാചകനായിരിക്കുന്ന അഗ്നിയുടെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ്, രാഷ്ട്രത്തലവനായിരിക്കുന്ന എല്ലാവരെയും കിടുകിട വിറപ്പിക്കുന്ന ആഹാബിനോട് പ്രവചിച്ചതിന് ശേഷം അവൻ പാർപ്പിടം അന്വേഷിച്ച ഒരു കൊട്ടാരമല്ല, പാർക്കുന്നത് കാക്കയുടെ കൂടെയാണ്. എന്നാൽ നീ കാക്കയുടെ കൂടെ ഇരുന്നാലും നിന്റെ പിന്നാലെ നിനക്ക് വേണ്ടി ഒരു രഥം വരുന്നുണ്ട്. അതിൽ കയറി നിനക്ക് ആഹാബിന് മുമ്പിൽ ഓടേണ്ടതുണ്ട്. ദൈവത്തിന് വേണ്ടി താണ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്നാൽ നീ അനുഭവിക്കുന്ന വേദനകളൊക്കെ അതിൽ തന്നെ നിലനിൽക്കുകയില്ല, ഒരു മാറ്റമുണ്ടാകും. 1960 മെയ് മാസം 23-ാം തീയതി ഇസ്രായേലിൻ്റെ അസംബ്ലിയിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്നയാൾ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഇതാണ്: 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന അഡോൾഫ് ഐറ്റ്മാൻ നമ്മുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രസ്താവന. ഇസ്രായേലിൻ്റെ അസംബ്ലിയിൽ ഡേവിഡ് ബെൻഗൂറിയൻ പ്രസ്താവിച്ചത് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയ ജർമ്മനിയുടെ നാസി പട്ടാളം കൊന്നൊടുക്കിയതായ ആ ജനത്തെ കൊന്നു മുടിച്ചതായ ഐക്യമാൻ എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രഖ്യാപിച്ചത്. ഇത് കേട്ടപ്പോൾ
അവിടെ നിന്ന് യഹൂദന്മാരുടെ അവസ്ഥ അവർ സ്തംഭിച്ചു പോയി. 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയ നേതാവിനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ അവർ സ്തംഭിച്ചു പോയി. ഇതുപോലെ ഒരു ശബ്ദം ചരിത്രത്തിൽ കേൾക്കാനിടയായിട്ടില്ല എന്നവര് ഉറക്കെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്ത റേഡിയോയിൽ കൂടി കേട്ടപ്പോൾ യഹൂദന്മാര് അത്ഭുത സ്തംഭരായി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ യഹൂദന്മാരെ കൊന്നൊടുക്കേണ്ടതിന് വേണ്ടി പിടിച്ചു കെട്ടിയ ശവക്കുഴികളിൽ പോലും മാന്തിയിട്ടിട്ട് അവരെ ശവക്കുഴിയിൽ മണ്ണിട്ട് കൊല്ലുന്ന ആ ശവക്കുഴിയിൽ കിടന്ന പലരും അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ചിതറിക്കിടക്കുന്ന, യൂറോപ്പിലെല്ലാം ചിതറിക്കിടക്കുന്ന ശവക്കുഴികൾ കിടന്നവരും പീഡിപ്പിക്കപ്പെട്ടവരും പട്ടിണി കിടന്നവരും ഒരു സ്വാതന്ത്ര്യമില്ലാതെ ബന്ധിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖമായി കണ്ടവരും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചാടി എഴുന്നേറ്റ് പുറത്തു വന്ന് അവരെല്ലാം കൂടെ തടിച്ചുകൂടി അവർ ചിതറിക്കിടന്നതായ 60 ലക്ഷം അസ്ഥിക്കൂടങ്ങളെ കണ്ട് അവർ സ്തംഭിച്ചു നിൽക്കുകയാണ്. നമ്മളിത് ചിന്തിക്കണം. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി ചിതറിക്കിടക്കുന്ന 60 ലക്ഷത്തിന്റെ ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങളൊന്ന് കാണണം. അതിലേക്ക് 37-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ആ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടുകൊണ്ട് അവര് വളരെയേറെ വേദനിച്ചു, വളരെയേറെ മനോനൊമ്പരത്തിലായിത്തീർന്നു. അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മകനോ മകളോ സഹോദരങ്ങളോ നഷ്ടപ്പെടാത്ത ഒരൊറ്റ വീടുകൾ പോലും ഉണ്ടായിരുന്നില്ല. അടുത്തവനെല്ലാം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആക്കി ഗ്യാസ് ചേംബറുകളിൽ ഇട്ട് യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചത് 200 ലക്ഷം യഹൂദന്മാരെയാണ്. 200 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയ രംഗം. അവൻ ഇറ്റലിയുടെ പ്രസിഡന്റായി തീർന്ന ഹിറ്റ്ലർ ചെയ്തത് ഞാൻ ഇനിയും ദൈവം അനുവദിച്ചാൽ അടുത്ത സമയത്ത് നിങ്ങളെ ഓർപ്പിച്ചോളാം. ഹിറ്റ്ലർ പറഞ്ഞു, എന്താ പറയുന്നറിയാമോ? അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. ഹിറ്റ്ലർ ജർമ്മനിയിലെ ഒരു വലിയ സമ്മേളനത്തിൽ 1932 ആ സമ്മേളനത്തിൽ ഹിറ്റ്ലർ പറഞ്ഞു, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഇഫ് യു വിൽ എലക്ട് മീ ആസ് ദ ലീഡർ ഓഫ് ദിസ് നേഷൻ, ഐ വിൽ ഇൻട്രൊഡ്യൂസ് എ ന്യൂ വേൾഡ് ഓർഡർ ദാറ്റ് വിൽ ലാസ്റ്റ് 1000 years. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പുതിയ ലോകത്തിൻ്റെ അടിത്തറ ഇടുവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യുന്നു എങ്കിൽ, എന്നെ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ട് എലക്ട് ചെയ്യുന്നു എങ്കിൽ 1000 ആണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പുതിയ ലോകത്തിൻ്റെ അടിത്തറ ഞാൻ ഇടുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, അവൻ ചെയ്തത് ലോകരാഷ്ട്രങ്ങളിൽ ചിതറിക്കിടന്ന സകല യഹൂദന്മാരെ കൂട്ടി വരുത്തി എല്ലാത്തിനെയും പെറുക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാക്കി അവരെ കൊന്നുമുടിച്ചു. 200 ലക്ഷം പേരെ കൊന്നു. ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നതാണ്, 200 ലക്ഷം പേരുടെയും 60 ലക്ഷം പേരുടെയും അസ്ഥികൂടങ്ങൾ ഇവിടെ നിരന്നു കിടക്കുന്നിടത്ത് എന്നെയോ നിങ്ങളെയോ ഇറക്കി നിർത്തി ദൈവം ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൂടങ്ങൾ ജീവിക്കുമോ? മനുഷ്യപുത്ര, ഈ അസ്ഥികൂടങ്ങൾ ജീവിക്കുമോ? ആ ചോദ്യം ഇവിടെ നിർത്തിക്കൊണ്ട് ഒരു മറുപടി നമുക്ക് പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ഇതിനൊരു മറുപടി ഉണ്ട്. എല്ലാവരും വെറുതെ തള്ളിക്കളഞ്ഞെങ്കിലും സാധ്യമല്ല, സാധ്യമല്ല, അസാധ്യമെന്ന് പറഞ്ഞ് തലയെ കൈവച്ചുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ഇതിനൊരു മറുവശമുണ്ടെന്നും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. മനുഷ്യപുത്ര, ഈ തകർന്ന അസ്ഥികൾ ജീവിക്കുമോ? ഞരമ്പില്ല, മാംസമില്ല,
ഒന്നുമില്ലാതെ കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന, വിവിധ ജാതികളുടെ ചിതറിക്കിടക്കുന്ന, യഹൂദന്മാരുടെ ചിതറിക്കിടക്കുന്ന അവസ്ഥകൾ ജീവിക്കുമോ? മറുപടി കർത്താവിന് വെച്ചാൽ അടുത്ത യോഗത്തിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഇവിടെ കർത്താവും പരിശുദ്ധനുമായ ദൈവമേ, ഈ പ്രഭാതത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ആലോചന ശക്തിയോടെ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. എസെക്കിയേൽ എന്ന ദൈവദാസനെ, പ്രവാചകനെ നീ അതിശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് ഉയർത്തി. അനേക ട്രെയിനിങ് ക്ലാസ്സുകൾ കൂടെ കടത്തിവിട്ട് സ്വന്തം ഭാര്യയെ പോലും അവൻ എടുത്തു കളഞ്ഞിട്ടും ഈ മാർഗം വിട്ടുമാറാതെ ഇതിനു വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ നീ അവനെ സഹായിച്ചു. അനേകരുടെ പ്രവചന ദൂതിൻ്റെ മുമ്പിൽ കർത്താവ് ഇന്ന് കാണുന്ന രാഷ്ട്രീയമായ പല സംഭവങ്ങളും തൻ്റെ പ്രവചനത്തിൻ്റെ മറുപടിയാണെന്ന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നോട് മറുപടിയാണ് എൻ്റെ കർത്താവെ. ഉണങ്ങി